നിറഞ്ഞ പച്ചപ്പിന് നടുവിൽ സ്ഥിതി ചെയ്യുന്ന ശാന്തമായ ഒരു ഗ്രാമത്തിൽ രാജ എന്ന പേരുള്ള ഒരു സെൻഗുരു ജീവിച്ചിരുന്നു. അദ്ദേഹത്തിൻ്റെ അഗാധമായ ജ്ഞാനത്തിലേക്കും ആത്മബോധത്തിലേക്കും വ്യക്തിഗത വളർച്ചയിലേക്കുമുള്ള പാതയിലെ സൗമ്യമായ മാർഗനിർദ്ദേശത്തിലേക്ക് ആകർഷിക്കപ്പെട്ട എല്ലാ പ്രായത്തിലുമുള്ള ആളുകൾ അദ്ദേഹത്തിൻ്റെ പഠിപ്പിക്കലുകൾ തേടി അവിടെ എത്തി. അന്ധമായ ഒരു സായാഹ്നത്തിൽ ആര്യൻ എന്നൊരു ചെറുപ്പക്കാരൻ കൗതുക നിറഞ്ഞ മുഖവുമായി മാസ്റ്റർ രാജിനെ സമീപിച്ചു. ആര്യൻ തൻ്റെ ജീവിതത്തിൽ തളർച്ചകളും കഷ്ടപ്പാടും അനുഭവിക്കുകയും ജ്ഞാനിയായ മാസ്റ്ററിൽ നിന്ന് മാർഗനിർദ്ദേശം തേടുകയും ചെയ്തു. മാസ്റ്റർ രാജ്, ആര്യൻ തുടങ്ങി. അവൻ്റെ സ്വരത്തിൽ ആശങ്ക നിറഞ്ഞു. എനിക്ക് ക്ഷീണവും ബലഹീനതയും തോന്നുന്നു. പക്ഷേ കാരണം കൃത്യമായി എനിക്ക് പറയാൻ കഴിയുന്നില്ല. എന്താണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ എന്നെ സഹായിക്കാമോ? ആത്മബോധത്തിലേക്കുള്ള പാതയെ പ്രകാശിപ്പിക്കുന്ന കാലാതീതമായ ജ്ഞാനം നൽകാൻ തയ്യാറായ കരുണാർദ്രമായ പുഞ്ചിരിയോടെ മാസ്റ്റർ രാജ് ആര്യനെ തൻ്റെ എളിയ വാസസ്ഥലത്തേക്ക് സ്വാഗതം ചെയ്തു. പ്രിയപ്പെട്ട ആര്യൻ, മാസ്റ്റർ രാജ് തുടങ്ങി. അവൻ്റെ ശബ്ദം ശാന്തവും എന്നാൽ ദൃഢനിശ്ചയവുമാണ്. നിങ്ങളെ ദുർബലപ്പെടുത്തുന്ന ഊർജ്ജച്ചോർച്ചകൾ പലപ്പോഴും സൂക്ഷ്മവും നിശബ്ദവുമാണ്. നിങ്ങളുടെ ചൈതന്യത്തെ നിശബ്ദമായി ചോർത്തുന്ന 9 ചോർച്ചകൾ ഞാൻ നിങ്ങൾക്ക് വെളിപ്പെടുത്താം. ഉൾക്കാഴ്ചയുടെയും പ്രബുദ്ധതയുടെയും ഒരു ചരടിലേക്ക് നെയ്തെടുത്ത് അദ്ദേഹം ഇനി പറയുന്ന പോയിന്റുകൾ വിശദീകരിച്ചു. നിഷേധാത്മക ചിന്തകളും വിശ്വാസങ്ങളും ഒരാളുടെ ഊർജവും ചൈതന്യവും ചോർത്തിക്കളയുമെന്ന് മാസ്റ്റർ രാജ് വിശദീകരിച്ചു. നിങ്ങൾ നിഷേധാത്മക ചിന്തകളിൽ വസിക്കുമ്പോൾ നിങ്ങളുടെ മാനസികവും വൈകാരികവുമായ കരുതൽ നിങ്ങൾ ഇല്ലാതാക്കുന്നു. അത് നിങ്ങളെ ക്ഷീണിപ്പിക്കുകയും കഷ്ടത്തിലാക്കുകയും ചെയ്യുന്നു. സ്വയം സംശയം. ആത്മസംശയം നിങ്ങളുടെ ആത്മവിശ്വാസ സംഭരണിയിലെ ചോർച്ച പോലെയാണ്, മാസ്റ്റർ രാജ് നിരീക്ഷിച്ചു. നിങ്ങളെയും നിങ്ങളുടെ കഴിവുകളെയും നിങ്ങൾ സംശയിക്കുമ്പോൾ നിങ്ങളുടെ സ്വന്തം ശക്തിയെയും ചൈതന്യത്തെയും ദുർബലപ്പെടുത്തുകയും ബലഹീനതയുടെയും അരക്ഷിതാവസ്ഥയുടെയും വികാരങ്ങളിലേക്ക് നയിക്കുകയും ചെയ്യുന്നുവെന്ന് അദ്ദേഹം വിശദീകരിച്ചു. അനാരോഗ്യകരമായ ബന്ധങ്ങൾ, വിഷലിപ്തമായതോ പൂർത്തീകരിക്കാത്തതോ ആയ ബന്ധങ്ങൾ നിങ്ങളുടെ ഊർജവും ചൈതന്യവും ചോർത്തിക്കളയുമെന്ന് മാസ്റ്റർ രാജ് അഭിപ്രായപ്പെട്ടു. നിങ്ങൾ നിഷേധാത്മകതയോ സംഘടനമോ കൊണ്ട് ചുറ്റപ്പെടുമ്പോൾ അത് നിങ്ങളുടെ ശക്തിയെ ക്ഷയിപ്പിക്കുകയും നിങ്ങൾക്ക് ക്ഷീണം തോന്നുകയും ചെയ്യുന്നു എന്ന് അദ്ദേഹം പറഞ്ഞു. അതിരുകളുടെ അഭാവം. നിങ്ങളുടെ ഊർജവും ക്ഷേമവും സംരക്ഷിക്കുന്നതിന് അതിരുകൾ അത്യന്താപേക്ഷിതമാണ്, മാസ്റ്റർ രാജ് പറഞ്ഞു. മറ്റുള്ളവരുമായി അതിരുകൾ നിശ്ചയിക്കപ്പെടുന്നതിൽ പരാജയപ്പെടുമ്പോൾ അല്ലെങ്കിൽ അവരെ മറികടക്കാൻ അനുവദിക്കുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഊർജവും ചൈതന്യവും നൽകുകയും നിങ്ങളെ ക്ഷീണിപ്പിക്കുകയും അമിതഭാരം അനുഭവിക്കുകയും ചെയ്യുന്നുവെന്ന് അദ്ദേഹം വിശദീകരിച്ചു. സ്വയം പരിചരണമാണ് ചൈതന്യത്തിൻ്റെ അടിത്തറ, മാസ്റ്റർ രാജ് പ്രഖ്യാപിച്ചു. നിങ്ങളുടെ ശാരീരികവും വൈകാരികവും ആത്മീയവുമായ ആവശ്യങ്ങൾ അവഗണിക്കുന്നത് നിങ്ങളുടെ ഊർജം ചോർത്തിക്കളയുകയും നിങ്ങളെ ക്ഷീണിപ്പിക്കുകയും കഷ്ടത്തിലാക്കുകയും ചെയ്യുമെന്ന് അദ്ദേഹം നിരീക്ഷിച്ചു. പിരിമുറുക്കവും അമിതഭാരവും. വിട്ടുമാറാത്ത സമ്മർദ്ദവും അമിതഭാരവും നിങ്ങളുടെ ഊർജ്ജശേഖരം ഇല്ലാതാക്കുകയും നിങ്ങളുടെ ചൈതന്യത്തെ ദുർബലപ്പെടുത്തുകയും ചെയ്യുമെന്ന് മാസ്റ്റർ രാജ് പറഞ്ഞു. നിരന്തരം സമ്മർദ്ദത്തിലായിരിക്കുമ്പോൾ നിങ്ങളുടെ ശരീരവും മനസ്സും തളർന്നു പോകുന്നു. ഇത് ക്ഷീണവും തളർച്ചയും അനുഭവപ്പെടുത്തുന്നു. പൂർത്തീകരിക്കാത്ത ജോലി. നിങ്ങളുടെ ജോലി നിങ്ങളെ ഊർജ്ജസ്വലമാക്കുകയും പ്രചോദിപ്പിക്കുകയും വേണം, മാസ്റ്റർ രാജ് കുറിച്ചു. നിങ്ങളുടെ അഭിനിവേശങ്ങളുമായോ മൂല്യങ്ങളുമായോ പൊരുത്തപ്പെടാത്ത ഒരു ജോലിയിൽ നിങ്ങൾ കുടുങ്ങിക്കിടക്കുമ്പോൾ അത് നിങ്ങളുടെ ഊർജം ചോർത്തുകയും നിങ്ങളിൽ ശോഷണവും പൂർത്തീകരിക്കപ്പെടാത്തതുമായി തോന്നുകയും ചെയ്യുമെന്ന് അദ്ദേഹം നിരീക്ഷിച്ചു. പരിഹരിക്കപ്പെടാത്ത വികാരങ്ങൾ ഊർജപ്രവാഹങ്ങൾ പോലെയാണ്, മാസ്റ്റർ രാജ് വിശദീകരിച്ചു. നിങ്ങളുടെ വികാരങ്ങളെ നിങ്ങൾ അടിച്ചമർത്തുകയോ അവഗണിക്കുകയോ ചെയ്യുമ്പോൾ അവയ്ക്ക് നിങ്ങളുടെ ചൈതന്യം ചോർത്തിക്കളയുന്ന ഊർജ്ജസ്വലമായ തടസ്സങ്ങൾ സൃഷ്ടിക്കാൻ കഴിയുമെന്ന് അദ്ദേഹം കുറിച്ചു. ലക്ഷ്യത്തിൻ്റെ അഭാവം. ലക്ഷ്യബോധം ഉണ്ടായിരിക്കേണ്ടത് ചൈതന്യത്തിന് അത്യന്താപേക്ഷിതമാണ്, മാസ്റ്റർ രാജ് പ്രസ്താവിച്ചു. നിങ്ങളുടെ ജീവിതത്തിൽ ദിശാബോധമോ അർത്ഥമോ ഇല്ലെങ്കിൽ അത് നിങ്ങളുടെ ഊർജം ചോർത്തിക്കളയുകയും നിങ്ങൾക്ക് നഷ്ടവും ക്ഷീണവും അനുഭവപ്പെടുകയും ചെയ്യുമെന്ന് അദ്ദേഹം നിരീക്ഷിച്ചു. മാസ്റ്റർ രാജ് തൻ്റെ പഠിപ്പിക്കലുകൾ അവസാനിപ്പിക്കുമ്പോൾ
ആര്യൻ തൻ്റെ മേൽ വ്യക്തതയും വിവേകവും ഉള്ളതായി തോന്നി. പുതുക്കിയ നിശ്ചയദാർഢ്യത്തോടെ തൻ്റെ ജീവിതത്തിലെ ഊർജ്ജച്ചോർച്ച പരിഹരിക്കുമെന്നും തൻ്റെ ചൈതന്യവും ശക്തിയും വീണ്ടെടുക്കുമെന്നും അദ്ദേഹം പ്രതിജ്ഞയെടുത്തു. അതിനാൽ മാസ്റ്റർ രാജിൻ്റെ ജ്ഞാനപൂർവകമായ മാർഗനിർദ്ദേശപ്രകാരം ആര്യൻ തൻ്റെ ജീവിതത്തിലെ ഊർജ്ജച്ചോർച്ചകൾ തിരിച്ചറിഞ്ഞ് പരിഹരിക്കുന്നതിലൂടെ ചൈതന്യം വീണ്ടെടുക്കാനും ഒരിക്കൽ കൂടി അഭിവൃദ്ധി പ്രാപിക്കാനും കഴിയുമെന്ന് അറിഞ്ഞുകൊണ്ട് സ്വയം കണ്ടെത്തലിൻ്റെയും രോഗശാന്തിയുടെയും ഒരു യാത്ര ആരംഭിച്ചു. If you love to watch this video, you can like, share and subscribe.